നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തെരുവുവിളക്ക് പ്രശ്നം ഉന്നയിച്ച് റാന്തൽ വിളക്കുമായി പ്രതിഷേധിക്കാനെത്തിയ കൗൺസിലർമാരെ മേയർ തിരുത്തി. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രതിഷേധം അനാവശ്യമെന്ന് മേയർ. നടത്തറ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ വെള്ളം കയറിയ വീടുകളിലേക്ക് വാർഡ് മെമ്പർ ദീപ അനീഷ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. കന്നുകാലികൾക്കുള്ള ചർമ്മമുഴ രോഗ കുത്തിവെപ്പും കുളമ്പ് രോഗ പ്രതിരോധവും പൊന്നൂക്കര വെറ്ററിനറി ആശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PF പെൻഷൻകാരുടെ AG's ഓഫീസ് മാർച്ചും ധർണയും കെ രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുവിളക്ക് വിഷയം ഉന്നയിച്ച് റാന്തൽ വിളക്ക് പിടിച്ച് പ്രതിഷേധിക്കാനെത്തിയ കൗൺസിലർമാരെ തിരുത്തി മേയർ MK വർഗീസ്. ദുരന്തത്തിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്ന സമയത്ത് പ്രതിഷേധം അനാവശ്യമെന്ന് മേയർ. കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന സമയത്ത് അനാവശ്യ പ്രതിഷേധങ്ങൾ വേണ്ട, സഹായമാണ് നൽകേണ്ടതെന്നും അതിനായി 3 കോടി രൂപ കൈമാറണമെന്ന മേയറുടെ വാക്കുകളെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് 3 അല്ല 5 കോടി രൂപ നൽകണമെന്ന് പറഞ്ഞതോടെ 5 കോടി നൽകാൻ എല്ലാവരും പിന്തുണ നൽകി. എന്നാൽ തുക പ്രോജക്റ്റായി നടപ്പിലാക്കണമെന്നും പ്രതിപക്ഷ BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കൗൺസിലർമാർ അവരുടെ ഓണറേറിയവും നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സമാധാനം പറ്റും. ഇന്നത്തെ ദിവസത്തിന്റെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്നും 392 പേര് കുടുംബ ജീവനിലായപ്പോഴേക്കും അത് നമ്മളെ ബാധിച്ചില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലല്ലോ, എന്റെ നിങ്ങളുടെയും കുടുംബമൊന്നും പോയില്ലല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ ഒന്ന് സംസാരിക്കാൻ അവസരം തരാത്തതാണോ ജനപ്രതിനിധികളുടെ സമാധാനത്തിന്റെ വഴിയാണോ അത്? ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ അതൊരു സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 140 കോടി സംസ്ഥാന ഗവൺമെന്റ് തൃശൂർ കോർപ്പറേഷന്റെ കടബാധ്യത വരുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോകാം? എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം? മേയറും വൈസ് കണ്ടങ്ങളത്തെയും ആഴ്ചയായിട്ട് പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് സമ്മർദ്ദം എത്തുന്നില്ല? നിങ്ങളെ വൈദ്യുതി ശിവബാബു ശാരീരികമായിരിക്കുമ്പോൾ RDSS പദ്ധതി കൊണ്ടുവന്നു ഇല്ലേ? 60% കേന്ദ്ര ഗവൺമെന്റ് വിഹിതം തരുന്നു, 40% നമ്മൾ കണ്ടെത്തണം. എവിടെയാണ് നമുക്ക് പണം? 140 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് വെട്ടിയിൽ വെച്ച് കൂട്ടിയിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? 60% രൂപ കേന്ദ്ര ഗവൺമെന്റ് തരണമെങ്കിൽ നമുക്ക് 40% ഉണ്ടാക്കണം. എവിടെ നിന്നുണ്ടാക്കും? എവിടെ നിന്നാണ് പണം? അതുകൊണ്ട് നമ്മുടെ കോടിക്കണക്കിന് പദ്ധതികൾ നഷ്ടപ്പെടുന്നു. നടത്തറ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ വെള്ളം കയറി ദുരിതത്തിലായ വീടുകളിലേക്ക് വാർഡ് മെമ്പർ ദീപ അനീഷിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. 5-ാം വാർഡിലെ മുളയം, കൊട്ടിലപ്പറമ്പ് പ്രദേശത്തെ ആശ്രയ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 100ഓളം വീടുകളിലേക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ഷിജു വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ബാൽമഞ്ച് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ക്ലബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജില്ലാ കളക്ടറും ക്ലബ് പ്രസിഡന്റുമായ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് വേണ്ടി ചെക്ക് സ്വീകരിച്ചു. ക്ലബ് ഭാരവാഹികളായ സെക്രട്ടറി ഡോക്ടർ CK സിൽവൻ, AK സുന്ദരൻ, ജോസഫ് മുണ്ടശ്ശേരി, GT ജോർജ്, വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. കന്നുകാലികൾക്കായി സംഘടിപ്പിച്ച കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെയും ചർമ്മമുഴ പ്രതിരോധ കുത്തിവെപ്പിന്റെയും തൃക്കൂർ പഞ്ചായത്തുതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു.
പൊന്നൂക്കര വെറ്ററിനറി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കന്നുകാലികളിൽ കൂടുതലായി കണ്ടുവരുന്ന കുളമ്പ് രോഗം, ചർമ്മമുഴ എന്നീ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് നടത്തിവരുന്ന പദ്ധതിയാണിത്. 4 മാസത്തിന് മുകളിലുള്ള പശു, എരുമ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെയാണ് കുത്തിവെപ്പിന് വിധേയരാക്കുന്നത്. വെറ്ററിനറി സർജൻ ഡോക്ടർ സുനിത തോമസ്, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, ആശുപത്രി ജീവനക്കാർ, ക്ഷീര കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്കറിയാം, ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിനും വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കുന്ന പദ്ധതിയാണ്. പദ്ധതിയുടെ 5ാം ഘട്ടമാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പും അതുപോലെ തന്നെ ചർമ്മമുഴയ്ക്കെതിരായുള്ള കുത്തിവയ്പ്പുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും നമ്മൾ പരമാവധി മൃഗസംരക്ഷണ വകുപ്പിലൂടെ, നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലൂടെ എല്ലാവർക്കും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ എല്ലാ കർഷകരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ അവർക്ക് ആവശ്യമായ നല്ല നല്ല പദ്ധതികളും എല്ലാ വർഷവും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നല്ല ഒരു സംരംഭത്തിന് പഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25,000 രൂപ ധനസഹായം നൽകി. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ചെക്ക് കൈമാറി. സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TK സെയ്തലവി, വൈസ് പ്രസിഡന്റ് വൈശാഖ് മുണ്ടൂർ, ജോയിന്റ് സെക്രട്ടറി PB അംബുജം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തുക കൈമാറിയത്. വരും നാളുകളിലും കഴിയാവുന്ന തരത്തിൽ സംഘടനയിലൂടെ സഹായം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക അറിയിച്ചു. ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി XLPR XLP സ്കൂളിൽ യുദ്ധവിരുദ്ധ സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ ടൈജു ഉദ്ഘാടനം ചെയ്തു. യുദ്ധങ്ങൾ സമ്മാനിക്കുന്ന അനാഥത്വം പ്രകൃതി ദുരന്തത്തിന് സമാനമാണെന്നും അവയെ ഇല്ലാതാക്കാൻ പ്രകൃതിയോട് ചേർന്ന് കരുണാർദ്രമായ ലോകം സൃഷ്ടിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും മേജർ അധ്യാപകരോട് ആവശ്യപ്പെട്ടു. പ്രധാന അധ്യാപിക CK ലില്ലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ PV സിന്ധു, ലീന ജോസ്, ഏഞ്ചൽ റോസ് എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിനു ശേഷം വിദ്യാർത്ഥികൾ നിർമ്മിച്ച സുഡാക്കോ പക്ഷിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് യുദ്ധവിരുദ്ധ സമാധാന പ്രതിജ്ഞ ചൊല്ലി. പരിപാടികൾക്ക് വിദ്യാർത്ഥികളായ ഡാൻവി, അമൻറാം, അനുശ്രീ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിന്റെ ഭീകരത കുട്ടികളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക CK ലില്ലി അറിയിച്ചു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി.
Phone 0487-237-2374, mobile 790-227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. PF പെൻഷൻകാരുടെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ജില്ലാ പ്രസിഡന്റ് K. രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, ക്ഷാമബത്ത ഏർപ്പെടുത്തുക, മുഴുവൻ സർവീസും പെൻഷന് പരിഗണിക്കുക, ഹയർ പെൻഷൻ വിതരണം വേഗത്തിലാക്കുക, സൗജന്യ ചികിത്സാ പദ്ധതി ഏർപ്പെടുത്തുക, സീനിയർ സിറ്റിസണ് സൗജന്യ നിരക്കിൽ ട്രെയിൻ യാത്ര പുനഃസ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണയും മാർച്ചും. ഏറെ പ്രതീക്ഷകളോടെ ഇന്ത്യൻ തൊഴിലാളി വർഗം സ്വീകരിച്ച ഏറ്റെടുത്ത ഒരു സ്കീമാണ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ സ്കീം. ആ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ അതിലെ ന്യൂനതകളിലെ, അതിലെ അപാകതകളിലെ നമ്മളുടെ വികാരം അന്ന് തന്നെ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ EPFOന്റെ മുമ്പിലും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും അവതരിപ്പിച്ചതാണ്. പക്ഷേ ഒരു നിയമം, ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലുണ്ടാകുന്ന പോരായ്മകൾ കാലോചിതമായി പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ് 1995 ഈ പെൻഷൻ സ്കീം ഇന്ത്യൻ തൊഴിലാളി വർഗം സ്വീകരിച്ചത് എന്ന് ഈ അവസരത്തിൽ നിർഭാഗ്യവശാൽ പറയേണ്ടി വരികയാണ്. തുടർന്ന് 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പാർലമെന്റിൽ മിനിമം പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ച ഒരു തീരുമാനം വരുന്നത്. പ്രിയമുള്ളവരെ, 29 വർഷം പിന്നിടുമ്പോൾ ഇന്നും 500 രൂപയും 300 രൂപയും പെൻഷൻ വാങ്ങുന്ന പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാര് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര കൈനൂർ ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. കേന്ദ്ര മെട്രോളജി വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പീച്ചി ഡാമിൽ നിന്ന് വെള്ളം മുൻകൂട്ടി തുറന്നുവിട്ടില്ലെന്നും ജൂലൈ 27-ന് 77.78 മീറ്റർ വെള്ളമാണ് ഉണ്ടായിരുന്നതെന്നും റൂൾ കർവ് പ്രകാരം കൂടുതൽ വെള്ളമാണെന്നും ഇത്തരം അവസ്ഥയിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കി വിടാതിരുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. 2018-ലുണ്ടായ പ്രളയത്തിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇത്തവണ പല സ്ഥലങ്ങളിലും കയറിയതെന്നും കൈനൂർ ചിറയിൽ സ്ലൂയിസ് റെഗുലേറ്റർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ലെന്നും കഴിഞ്ഞ 15 വർഷത്തോളമായി പുഴയിൽ അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്നും ഇത്തരം ദുരിതം ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒല്ലൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ K. രവി, VA കൃഷ്ണൻ, KR വിശ്വദാസൻ, KK മല്ലിക, സുനന്ദൻ R, വത്സല ശിവദാസ്, ദിവാകരൻ ചുക്കത്ത് എന്നിവർ പങ്കെടുത്തു. മൂർക്കനിക്കര കൈനൂർ ചെറിയുടെ പരിസര പ്രദേശങ്ങൾ, അതായത് മൂർക്കനിക്കര സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയം തീർത്തും ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ്. കൃത്യമായി ഡാം മാനേജ്മെന്റ് ഡാമിൽ ഇത്ര വെള്ളം സംഭരിക്കുമ്പോൾ ഇത്ര അധികം വരുമ്പോൾ അതനുസരിച്ച് തുറന്നു വിടാതെയാണ് ഇത്തരം ഒരു സംഭവങ്ങൾ. അതായത് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രളയം ഇവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അതുപോലെ തന്നെ വീടുകൾ സംഭവിക്കുക, അതുപോലെ തന്നെ മതിലുകൾ നഷ്ടപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നളനിപ്പുഴയുടെ അനധികൃത കൈയേറ്റങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ചളി ഇതൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒഴുക്ക് സുഗമമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഇത്തരം പ്രളയങ്ങൾ തുടർന്നുണ്ടാവാതിരിക്കൂ. അതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ നാളെ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഇത്തരം ഡാം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ തുടർന്നുള്ള ഈ വെള്ളപ്പൊക്കങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട്, അതായത് മാനേജ്മെന്റിന്റെ കൃത്യനിർവഹണത്തിലുണ്ടായ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചത്.
പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ കൊടിയേറ്റം നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ് ഊട്ടുതിരുനാൾ. വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ, ഡീക്കൻ ടോം ലിയോ താടിക്കാരൻ, കൈക്കാരന്മാരായ ജോമോൻ പല്ലൻ, രാജു മണ്ണൂർ, ജോഷി ചെറുമഠം, ജോൺസൺ പുലിക്കോട്ടിൽ, ജനറൽ കൺവീനർ പ്രകാശ് കുണ്ടുകുളങ്ങര, ജോയിന്റ് കൺവീനർ റിനോയ് അരിമ്പൂർ വാഴപ്പറമ്പൻ എന്നിവർ നേതൃത്വം നൽകി. സമാധാനവും പ്രത്യാശയും എപ്പോഴും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുന്നവരാകട്ടെ. കർത്താവാമിശിഹാതൻ കാരുണ്യവും ആദനാം ദൈവത്തിൽ സംവേദിയും പരിശുദ്ധാത്മാവിനും സഹവാസവും പ്രകാശഭാഗം പിടിച്ചു ചുളിവ് ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് ഓഗസ്റ്റ് 20 വരെ അപേക്ഷിക്കാം. ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ധനസഹായത്തിനാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. BPL കുടുംബം അപേക്ഷകയോ അവരുടെ മക്കളോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരോ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷകൾക്കോ മുൻഗണന ലഭിക്കുന്നതാണ്. പൊങ്ങണംകാട് മലപ്പുറത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണസ്വാമി, ഷിനാസ് തിരുമേനി, ക്ഷേത്രം പൂജാരി സരോജിനിയമ്മ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ ധർമ്മശാസ്താവിന് അഭിഷേകങ്ങളും വിശേഷാൽ പൂജകളും നടത്തി. 100 കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പൂജകളിൽ പങ്കെടുത്തു. എല്ലാ ഭക്തജനങ്ങൾക്കും പൂജാ പ്രസാദങ്ങൾ വിതരണം ചെയ്തു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച്
വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന പരിപാടി 2024 ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ഓഗസ്റ്റ് 13 ടൗൺ ഹാളിൽ ജില്ലാതല തദ്ദേശ അദാലത്ത് നടത്തുന്നു. മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ സ്ഥിരം അദാലത്ത് സമിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാകാതെയുള്ള പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പരാതികളും നിർദ്ദേശങ്ങളും അദാലത്തിൽ പരിഗണിക്കും. ഒല്ലൂർ മരത്താക്കര പടലപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരൻ എന്നയാളെ 2024 ജൂൺ 4 മുതൽ മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും കാണാതായി. 69 വയസ്സുണ്ട്. കാണാതാകുമ്പോൾ ഷർട്ടും പാന്റും ഷൂസുമാണ് വേഷം. എപ്പോഴും കണ്ണട ധരിക്കും. തലയുടെ മുൻഭാഗം നെറ്റി കയറിയതും മെലിഞ്ഞ ശരീരവുമാണ്. ഇരുനിറവും 5 അടി 8 ഇഞ്ച് ഉയരവുമുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. തൃശൂർ ചിത്രകലാ അധ്യാപകനായിരുന്ന ആർട്ടിസ്റ്റ് VN ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം വരച്ച ചിത്രശില്പങ്ങളുടെ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 60ഓളം ചിത്രങ്ങളും 23ഓളം കുമ്മാട്ടി മുഖങ്ങളും പ്രദർശനത്തിനുണ്ട്. മുതിർന്ന ശിഷ്യാംഗം TM ആനി ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. KS ഹരിദാസ്, ശങ്കർജി വല്ലച്ചിറ, PS ഗോപി, MK പശുപതി, സോമൻ അധീന, സായുജ് B കൃഷ്ണ, സംഗീത B കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. VS ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ശിഷ്യരും സുഹൃത്തുക്കളും ലളിതകലാ അക്കാദമിയും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. 11-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുവിളക്ക് പ്രശ്നം ഉന്നയിച്ച് റാന്തൽ വിളക്കുമായി പ്രതിഷേധിക്കാനെത്തിയ കൌൺസിലർമാരെ മേയർ തിരുത്തി. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രതിഷേധം അനാവശ്യമെന്ന് മേയർ. നടത്തറ പഞ്ചായത്തിലെ 3ാം വാർഡിൽ വെള്ളം കയറിയ വീടുകളിലേക്ക് വാർഡ് മെമ്പർ ദീപ അനീഷ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. കന്നുകാലികൾക്കുള്ള ചർമ്മമുഴ രോഗ കുത്തിവെപ്പും കുളമ്പ് രോഗ പ്രതിരോധവും പൊന്നൂക്കര വെറ്ററിനറി ആശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PF പെൻഷൻകാരുടെ AG's ഓഫീസ് മാർച്ചും ധർണയും K രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.